സമയം ഏകദേശം വെളുപ്പാങ്കാലം 3:30 ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് വലിയൊരു യാത്രയ്ക്കാണ് പോകുന്നത്. ലണ്ടനിൽ നിന്ന് 300 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്പോട്ടാണ്. ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ടോബർമോറി. അങ്ങനത്തെ സമയം 3:45 ഒരു 10 മിനിറ്റത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ തോമസിന്റെ പിക്ക് ചെയ്യുകയാണ്. തോമസ് ഇപ്പൊ വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് മൂവിംഗ്. സമയം ഇപ്പോൾ 6:15 അറ്റ് ടിം ഹോർട്ടൺസ്. It was at this moment that he knew he fucked up. എന്ത് പറ്റി സുരേ? നമ്മളിപ്പോൾ ടോബർമോറി പോകുന്നു. എവിടെയാ സുര പോകുന്നത്? എവിടെയാ പോകുന്നത്? ടോബർമോറി. എവിടെയാ? ടോബർമോറി. അതിന്റെ ലാസ്റ്റ് എന്താ തെറിവെന്ന് പറഞ്ഞിട്ടില്ല. ടോബർമോറി തന്നെ ഞാൻ അക്ഷരസ്ഫുടതയോടെയാണ് ഞാൻ പറഞ്ഞത്. അക്ഷരസ്ഫുടതയോടെ ഞാൻ പറഞ്ഞു. എന്നെ മുറിയിലാ പോകുന്നത്. ചേട്ടാ അവൻ നോക്കി. Few moments later. എഴുന്നേക്ക് രതീഷ്. രതീഷ്, ഞാൻ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ അവിടെ തുടങ്ങാമോ? രതീഷ്, ഒരാഴ്ചയല്ലേ ചില്ലും കൂട്ടി കിടന്നുറങ്ങുന്നത്. എണീറ്റ്. സമയം ഇതാ 8 മണിയായിരിക്കുന്നു. നമ്മളിതാ ടോബർമോറി എത്തി. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫ്ലവർ പോട്ട് ഐലൻഡ്. അങ്ങനെ ഒരു 20-25 മിനിറ്റ്സ് വെയിറ്റിന് ശേഷം നമ്മളിതേ ബോട്ടിലൊക്കെ കയറി. ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സോളം ഉണ്ട് ഫ്ലവർ പോട്ട് ഐലൻഡ് എത്താൻ. ആ കാണുന്നതാണ് ഫ്ലവർ പോട്ട് ഐലൻഡ്. ഫ്ലവർ പോട്ട് ഐലൻഡിന്റെ ഈ പേര് വന്നേക്കുന്നത് ആ ഫ്ലവർ പോട്ട്സ് കണ്ടില്ലേ, ആ ഫ്ലവർ പോട്ട് പോലെ ഫോം ചെയ്തേക്കുന്ന റോക്ക് ഫോർമേഷൻസ്, സോയിലിൻ്റെയും വാട്ടറിൻ്റെയും എയറിൻ്റെയൊക്കെ ഇറോഷൻ കാരണം റോക്സിൽ വന്ന ഡീഫോർമേഷൻ ആണ് ഈ ഫ്ലവർ പോട്ട്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് 2.1 കിലോമീറ്റർ റേഡിയസിലാണ് ഈ ഐലൻഡ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അപ്പോൾ ഈ ട്രെയിൽ വഴിയൊക്കെ പോയിട്ട് വരാം. അങ്ങനെ 1.5 മണിക്കൂർ ഹൈക്കിന് ശേഷം തിരിച്ച് ബോട്ടിലെത്തിയിരിക്കുക. അങ്ങനെ 30 മിനിറ്റ്സും കൂടെ ഈ ക്രൂസിൽ കഴിഞ്ഞപ്പോൾ നമ്മളിത് അടുത്ത സ്പോട്ടിലെത്തിയിരിക്കുക. സ്വീപ്പ് സ്റ്റേക്സ് എന്ന് പറഞ്ഞൊരു ഷിപ്പ് റിപ്പയറിനായിട്ട് മുമ്പ് ഈ ടോബർമോറി സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു.
ആ കാലത്ത് ഇത് 1880s നടക്കുന്നത്. അപ്പോൾ റിപ്പയർ കോസ്റ്റൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഈ ഷിപ്പ് അടക്കം വേറെ പല ബോട്ടുകളും ഷിപ്പുകളും ഇവിടെ റിപ്പയർ ചെയ്യാൻ പറ്റാതെ അവിടെ കിടന്ന് നശിച്ച് വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. വളരെ ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് ഇത് ഇപ്പോൾ ഒരു അടിപൊളി ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. One eternity later. അങ്ങനെ ഫ്ലവർ പോട്ട് ഐലൻഡിലെ അടിപൊളി ട്രക്കിങ്ങിന് ശേഷം ഒരു 45-50 മിനിറ്റ്സ് ട്രാവലിന് ശേഷം നമ്മളിത് നമ്മുടെ കോട്ടേജിൽ എത്തിയേക്കുവാണ്. എയർബിഎൻബി ത്രൂ ആണ് നമ്മളിത് ബുക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് $600 ആണ് ഓൾ ടുഗദർ ഈ കോട്ടേജ് ബുക്ക് ചെയ്യാൻ അയക്കുന്നത്. പുറത്തെ ഈ കുഞ്ഞു കോട്ടേജ് ഉൾപ്പെടെ അകത്തെ 4 മുറിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 5 മുറികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു അടിപൊളി ബാക്ക് ലോണും ഒരു ബാർബിക്യൂ സെറ്റപ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ബോട്ടും കയാക്കും ബാക്ക് വാട്ടേഴ്സും ഉണ്ടെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഇസ് എ മസ്റ്റ്. പ്രോപ്പർട്ടി ഓണർ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പാഡൽ ബോട്ടും കയാക്കും ഒക്കെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അറ്റ് ഫസ്റ്റ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ബട്ട് വി റിയലി എൻജോയ്ഡ് ഇറ്റ്. വെയിലത്ത് ഇത്ര അടിച്ച് പൊളിച്ചതിന് ശേഷം എന്തായാലും ഉറപ്പായിട്ടും വിശക്കും. ടോബ്രുമോറി പോകുന്ന എല്ലാവരും ഫുഡ് കരുതിക്കോണം. ബിക്കോസ് ലൈക്ക് നമ്മുടെ പല ഫ്രണ്ട്സിനും പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതായിരുന്നു. നമ്മൾ തലേദിവസം തന്നെ കുറേ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് നമ്മളുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം അടിപൊളിയായിരുന്നു. നേരം വൈകി ഒരു 5:30-6 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മുടെ തൊമ്മിക്കുട്ടി ചായ പറമ്പിലോട്ട് ഇറങ്ങി പോവുക. എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ കുറച്ച് വിറകൊക്കെ നമുക്ക് കൂട്ടണ്ടേ, ഒരു തീയൊക്കെ വെക്കാം എന്നുള്ള പ്ലാനാണ്. പുള്ളി ദേ കോടാലിയൊക്കെ കയ്യിലെടുത്ത് വിറക് ഓരോന്നായി കയ്യിൽ വെച്ച് ഒരെണ്ണം അടിച്ച് പൊട്ടിച്ചേക്കുക. അങ്ങനെ കുറച്ച് വിറകൊക്കെ കയ്യിലെടുത്ത് നമ്മൾ അമലിൻ്റെ അടുത്തോട്ട് പോവുക. അമൽ ചെറിയൊരു ക്യാമ്പ് ഫയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തിയൊക്കെ കുറച്ച് വിറകിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. നമ്മളിതേ അതുമായിട്ട് എത്തി. കുറച്ച് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് പാട്ടും പാടി കഥയും പറഞ്ഞ ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരിക്കുന്നത് അത് വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇതേ രാവിലെ ആയിട്ടുണ്ട്. അടുത്ത ലൊക്കേഷനിലോട്ടുള്ള ബാഗ് പാക്കിങ്ങും കാര്യങ്ങളുമായിട്ട് എല്ലാവരും ബിസിയാണ്. നമ്മളിത് ഓൺ റോഡ് ഇറങ്ങിയിരിക്കുക. നെക്സ്റ്റ് ലൊക്കേഷൻ ലയൺസ് ഹെഡ്. അപ്പോൾ അവിടുത്തെ അടിപൊളി കാഴ്ചകളും വേറൊരു അടിപൊളി ട്രെക്കിങ്ങും ആണ് ഇനി നെക്സ്റ്റ് ഓൺ പ്ലാൻ. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് തലേദിവസമായി ബുക്ക് ചെയ്ത ട്രാൻസ്പോർട്ടേഷനിൽ കയറി ലയൺസ് ഹെഡിൽ എത്തിയിരിക്കുന്നു. ലയൺസ് എവിടെയാണ്? നമ്മളിവിടെ ലയൺസ് ഹെഡ് ലുക്കൗട്ടിലാണ് പോകുന്നത്. അവിടെ എത്ര ദൂരമുണ്ട്? എവിടുന്ന് ഇത്രയും ദൂരമുണ്ട്? 1.5. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ ഹൈക്കിന് ശേഷം ഈ അടിപൊളി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ദിസ് ഇസ് ലയൺസ് ഹെഡ് ലുക്കൗട്ട്. കുറച്ചധികം നേരം ഇവിടെ നിൽക്കണമെന്നൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ടൈം മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വേഗം തിരിച്ചിറങ്ങി. അങ്ങനെ നമ്മുടെ തിരിച്ചുള്ള ഹൈക്കിംഗ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വിശന്ന് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിൽ കയറി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന പാർക്കിങ്ങിലോട്ടെത്തി. വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ചോറും മോരുകറിയും അച്ചാറൊക്കെ കൂട്ടിയുള്ള അടിപൊളി മീൽ നമ്മൾ കഴിക്കും. Now it's time to head to our final destination, ഗ്രോട്ടോ. അങ്ങനെ ഗ്രോട്ടോയിലേക്കുള്ള ടിക്കറ്റ് മേടിച്ച് നമ്മളിതാ പോകുന്നു. നമ്മളിപ്പോ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ടോബ്രുമോറിയിലെ ഗ്രോട്ടോയിലേക്കാണ്. സോ കം ഗൈസ്, ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് ആണ് എടുക്കാൻ പോകുന്നത്. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹോൾസ് ലേക്കിലേക്ക് പോകാനുള്ള ഒരു ട്രെയിലാണ് ഇങ്ങോട്ട്. ബട്ട് നമുക്ക് പോകേണ്ടത് ഗ്രോട്ടോയിലേക്കാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വഴിയാണ് എടുക്കുന്നത്. ഈ പാട്ടുവെള്ളം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലത്തെ ഏതോ സെറ്റപ്പ് ആയിരിക്കും ഗ്രോട്ടോ. പക്ഷെ നിങ്ങൾ എല്ലാവരും ശരിക്കും ഞെട്ടാൻ റെഡി ആയിക്കോളൂ. നമ്മളുടെ ഗ്രോട്ടോ സൂപ്പർ.
സോ ഗൈസ്, നിങ്ങൾ ഇവിടുത്തെ തിരക്കെല്ലാം കണ്ടല്ലോ. തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്തോ വലിയൊരു സ്ഥലമാണെന്നുള്ളത്. ഇവിടെ നിന്നെല്ലാം പറഞ്ഞ് ഹൈപ്പ് കൊടുത്ത് അവിടെ ചെന്നിട്ട് കുഞ്ഞിക്കാട്ടൊരു വെള്ളച്ചാട്ടം കാണണം. വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, തോട്ടിലെ വെള്ളം. ഒരു പെൺപിള്ളേർ ഒരു കുടുംബത്തിൽ കയറ്റ കൊള്ളാത്തതാണ് ഒരു പെങ്കൊച്ചും വരും. Flashback. തോമസിനെ പറ്റി കുറച്ച് പറയോ? തോമസിനെ പറ്റി പറയുകയാണെങ്കിൽ സൽസ്വഭാവി, ദുശീലങ്ങളൊന്നുമില്ല, വളരെ മാന്യമായി നടക്കുന്ന ഒരു പയ്യനാണ്. ഏതാ തോമസ്? ആ പോകുന്ന ബ്ലാക്ക് ഗൈസ്, നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോളൂ. ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് ഞാനിപ്പോ കാണിച്ചു തരാം. ഞാനൊന്ന് ഞെട്ടി ഇനി നിങ്ങൾ നിൽക്കുമ്പോ അങ്ങനെ ദേ ഒരു അടിപൊളി സൺസെറ്റും കണ്ട് ഗ്രോട്ടോയിലെ നമ്മുടെ ട്രിപ്പും കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചുള്ള ഹൈക്കിലേക്ക് പോവുകയാണ്. ഓൾമോസ്റ്റ് ഒരു 300 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. ഒരു 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ വീടെത്തുന്നതായിരിക്കും. നിങ്ങൾ ഒണ്ടാരിയയിലാണ്, ടോബർമുറി ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോർ ഷോ ഗോ ഫോർ ഇറ്റ്. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കൂ. ദിസ് ഈസ് അഭയ് മുരളി സൈനിങ് ഓഫ് ഫ്രം മൈൽസ് ടു കാനഡ.